2024 ആദ്യത്തെ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 29-ാമത്തെ വാക്യം. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ശരി, നിങ്ങൾ വായിച്ചെങ്കിൽ തല ഉയർത്തി എന്നെ നോക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, നിന്റെ വിഷയത്തിൽ ഇടപെടുന്ന ദൈവം. 2024 ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടും. നിന്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഇടപെടും. നിന്റെ തകർച്ചയിൽ ഇടപെടും. നിന്റെ ജോലി സംബന്ധമായ വിഷയത്തിൽ ഇടപെടും. നിന്റെ കുടുംബജീവിതത്തിനകത്ത് ഇടപെടും. ദൈവം ഇടപെടാൻ പോകുകയാ. ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം ഇടപെടാൻ പോവാ. എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടുകയാ. ദൈവം ഇടപെട്ട മനുഷ്യൻ ഇടപെടുന്നവരല്ല. അല്ല, ദൈവം എവിടെയും എങ്ങനെയും ഇടപെടും. ദൈവം എവിടെയും എങ്ങനെ ഇടപെടും. ദൈവത്തിന് യുദ്ധം ചെയ്യാൻ സൈന്യമൊന്നും വേണ്ട. ദൈവത്തിന് പക്ഷികളെ കൊണ്ട് യുദ്ധം ചെയ്യാം. ദൈവത്തിന് വെള്ളം കൊണ്ട് യുദ്ധം ചെയ്യാം. ദൈവത്തിന് തീ കൊണ്ട് ഉത്തരമരുളാൻ പറ്റും. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. യഹോവ എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പുക പതറിക്കുമ്പോൾ ചിലതിനെ ദൈവം പതറിക്കുന്നു. യഹോവ എഴുന്നേൽക്കുന്നു. എന്റെ വിഷയത്തിൽ ദൈവം ഇടപെടും. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ എൻ്റെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്ന്. ഇടപെടും. അത് മന്ത്രി ഇടപെട്ട പരിഹരിക്കാൻ പറ്റാത്തത് ദൈവം ഇടപെട്ട് പരിഹരിക്കും. സ്വാധീനമുള്ള ആള് ഇടപെട്ട് പരിഹരിക്കാൻ പറ്റാത്തത് തമ്പുരാൻ ഇടപെട്ട് പരിഹരിക്കും. അതായത് ഇസ്രായേലിലെ പ്രശ്നം, ഇസ്രായേൽ മക്കളുടെ പ്രശ്നം ഇവിടുത്തെ ഒരു ഫുഡ് കോർപ്പറേഷനും പരിഹരിക്കാൻ പറ്റില്ല. അതെന്നാ, രാവിലെ 30 ലക്ഷം പേർക്ക് ആഹാരം കൊടുക്കണം. രാവിലെ 30 ലക്ഷം പേർക്ക് ആഹാരം കൊടുക്കണം. അതെല്ലാവരുടെയും വീട്ടുപടിക്ക് ചെല്ലണം. നിങ്ങളൊന്ന് ആലോചിച്ചേ. ദൈവം ഇടപെട്ടു. ദൈവം പറഞ്ഞു, നാളെ രാവിലെ ഒന്നല്ല, കനാനിൽ കാല് വയ്ക്കുന്ന അന്നുവരെ നിന്റെ വീട്ടിൽ മന്ന പൊഴിഞ്ഞിരിക്കും. കനാനിൽ കാലെടുത്തു വെക്കുന്ന അന്നുവരെ കർത്താവിനോട് പറയുക, നീ വാഗ്ദത്തത്തിൽ കാലെടുത്തു വയ്ക്കുന്ന അന്നുവരെ, വാഗ്ദത്തത്തിനകത്തു നീ കാലെടുത്തു വെക്കുന്ന അന്നുവരെ സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടും. ഇടപെട്ട 3 കൂട്ടം ആളുകളെ കാണിച്ചു തരാൻ പോകുക. ഒന്നാമത്തെ ഇടപെടൽ ഇസ്രായേൽ മക്കളുടെ. അവരിടപെട്ടത് എങ്ങനെയാണെന്നറിയാമോ? അവർ വന്ന് പിറുപിറുത്തു. അവർ പറഞ്ഞു, മിസ്രൈമി ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങൾക്ക് ഇവിടെ ആഹാരമില്ല, ഒന്നും കഴിക്കാനില്ല, കുടിക്കാനില്ല, ഒന്നുമില്ല. ഒരു കാര്യം പറയാം, നിന്നെ വിളിച്ചിറക്കിയവന് ഉത്തരവാദിത്തമുണ്ട്. ശരിക്കും ഒരു ആമീൻ പറഞ്ഞേ. നിന്നെ വിളിച്ചിറക്കിയവന് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം ഇല്ലാത്തവനല്ല നിന്നെ വിളിച്ചത്. എൻ്റെ യേശുവിന് നിന്നെ കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ കർത്താവിന് നിന്റെ കുടുംബത്തെ കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. നിന്നെ കുറിച്ച് ഉത്തരവാദിത്തം ഉള്ളവനാ നിന്നെ വിളിച്ചേ. നമ്മൾ പലപ്പോഴും കരഞ്ഞു പറയത്തില്ലോ, കർത്താവേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയില്ലേ? പേടിക്കണ്ട, ഉത്തരവാദിത്തം ഉള്ളവരുണ്ട്. പറഞ്ഞ ഉത്തരവാദിത്തം ഉള്ളവരുണ്ട്. നമ്മുടെ കർത്താവ് ഉത്തരവാദിത്തം ഇല്ലാത്ത ആളല്ലേ? ഉത്തരവാദിത്തം ഉണ്ട്. രാമയും പറ. ഇന്ന് രാവിലെ ഒരു ദൂതൂടെ പറയാം. നിന്റെ പിള്ളേരുടെ വിഷയത്തിൽ അവന് ഉത്തരവാദിത്തമുണ്ട്. നിന്റെ സാമ്പത്തിക വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. നിന്റെ വീടിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉള്ള എല്ലാത്തിനും അവന് ഉത്തരവാദിത്തമുണ്ട്. നിന്റെ ആരോഗ്യ വിഷയത്തിൽ അവന് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ യേശു ഉത്തരവാദിത്തം ഇല്ലാത്തവനല്ല.
ഇസ്രായേൽ മക്കൾ പെറുപെടുത്തേ. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, കർത്താവേ ഒന്നുമില്ല. അവരുടെ ഇടപെടിയിലാണ് അവർ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ മിസ്രൈമിലാണ്, വില കൂടാതെ ഇതൊക്കെ തിന്നിട്ടുണ്ട്, ചിറ്റുള്ളി ചീരുള്ളി എന്നിവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഫേബ കണ്ടോ? അത് കണ്ടു. നിങ്ങൾ കേട്ടോണം, പറയാൻ പോവാ. അവിടെ ഇടപെടിയില്ല, വായിച്ചോ. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഒന്നുകൂടെ വായിച്ചേര്. അവിടെ ഫുഡിന്റെ ലിസ്റ്റാന്നേ, വായിച്ചോ. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഉള്ളി മാത്രമേ ഉള്ളൂ, ഉള്ളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചിറ്റുള്ളി, ചീരുള്ളി, പിന്നെ ഉള്ളി, പിന്നെ എന്നാ ഉള്ളിയാണെന്നറിയത്തില്ല, മത്തങ്ങ, പിന്നെ വെള്ളരിക്കായും. ഏറ്റവും വിലയില്ലാത്ത സാധനമാണ്, മനസ്സിലായില്ലേ? നാട്ടുകാർ നിനക്ക് വിലയില്ലാത്ത തരുമ്പോൾ ദൈവം വിലയുള്ളത് തരും. നീ പിറുപുറത്തും പറഞ്ഞത് എങ്ങനല്ലേ? ഞങ്ങൾ അവിടെ വെച്ച് വിലയില്ലാതെ ഇന്ന് ചിറ്റുള്ളി, ചീരുള്ളി, ഉള്ളി, പിന്നെ മത്തങ്ങ, വെള്ളരിക്ക, മത്സ്യം എന്നിവ ഇതിനെക്കുറിച്ച് പറയേണ്ടതാട്ടോ. എന്നുവെച്ചാൽ ഈ മിസ്രൈമിൻ്റെ അടുത്തൂടെ നൈൽ നദി ഒഴുകുന്നേ, അവിടെ ഇവർ ഫ്രീ ആയിട്ട് വന്ന് മത്സ്യത്തെ പിടിക്കാറുണ്ട്, മത്സ്യവർക്ക് പിടിക്കാറുണ്ട്. അത് അവർ പറഞ്ഞ വിലയില്ലാതെ ഞങ്ങൾ തിന്നിട്ടുള്ള ചിറ്റുള്ളി, ചീരുള്ളി ഇതെല്ലാം ഓർക്കുന്നു. ഒരു പ്രാവശ്യം ഫറവോൻ വാഗ്ദത്തം അടുത്തെത്തിയപ്പോൾ ഉപയോഗിച്ചത് ഈ നൈൽ നദിയെ തന്നെയാണ്. ദൈവം അതിൻ്റെ അവസാനത്തെ സ്ഥാനത്ത് അവനെ തകർക്കേണ്ടതിന് ഉപയോഗിച്ചു. ഇന്നൊരു തൂത് പറയാ, നിന്നെ ഏതായുധം കൊണ്ട് പിശാച് തകർക്കാൻ എഴുന്നേറ്റു വന്നോ, അതേ ആയുധം കൊണ്ട് തന്നെ ശത്രു നിന്റെ കുടുംബത്തിൽ പരാജയപ്പെട്ടു പോകും. പരിശുദ്ധാത്മാവ് ദൈവത്തിന് നിന്നെ കുറിച്ച് തൂത് പറയാനുണ്ട്. ഏതായുധം ശത്രു ഉപയോഗിച്ചോ, അതേ ആയുധത്തിൽ തന്നെ ശത്രു കയറാൻ പോകുകയാ. എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. അടുത്ത വാക്ക് നിങ്ങൾ കേൾക്കണം. ഈ സാരമില്ലാത്ത ആഹാരം. അടുത്ത വാക്ക് എന്നാ? ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മഞ്ഞയല്ലാതെ ഒന്നും കാണാനില്ല. ഒരു മിനിറ്റ്. ആദ്യത്തെ അവരുടെ പ്രശ്നം ഇവർക്കൊന്നും ഇല്ലെന്നുള്ള. ഇവർക്ക് ഒന്നുമില്ല, ഇവർക്ക് ആഹാരം വേണം. അപ്പം സ്വർഗത്തിൽ അടിയന്തരമായിട്ട് കമ്മിറ്റി കൂടി ഇവരിടപെട്ടിട്ട് അവർ പറഞ്ഞു ഒന്നും നടക്കുകയില്ല. അപ്പം മോശയോട് ദൈവം പറഞ്ഞു, മോശെ നീ റെഡി ആയിക്കോ. മോശ ദൈവത്തിൻ്റെ സന്നിധി നിലവിളിക്കുക. ഈ ദൈവത്തോട് രണ്ട് രീതി പ്രതികരിക്കാം. ഒന്നാമത്തെ രീതി പിറുപിറുക്കാം, രണ്ട് പ്രാർത്ഥിക്കാം. എന്നാ പറഞ്ഞേ? ഒന്ന് പിറുപിറുക്കാം, രണ്ട് പ്രാർത്ഥിക്കാം. പിറുപിറുത്താലും ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും. പിറുപിറുത്താൽ ശിക്ഷയോടുകൂടെ ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ അത്ഭുതത്തോടെ ഉത്തരം കിട്ടും. കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറ. ഇന്ന് രാവിലെ നമ്മൾ പിറുപിറുക്കാൻ പോവല്ല, പ്രാർത്ഥിക്കാൻ പോവാ, മുട്ടുകുത്തി പറയാൻ പോവാ. 2024 എന്റെ വിഷയത്തിൽ അങ്ങ് ഇടപെടണം. മന്ന ഒരു ആഹാര പദാർത്ഥമാണ്. മന്ന ഒരു ആഹാര പദാർത്ഥമാണ്. ഈ ആഹാരത്തെക്കുറിച്ച് ബൈബിൾ വിശകലനം ചെയ്യുന്നത് ഇത് ദൂതന്മാരുടെ ആഹാരമാണെന്നാണ്. ദൂതന്മാരുടെ ആഹാരമാണ്, മല്ലന്മാർക്ക് കൊടുക്കുന്ന ആഹാരമാണ് എന്നൊക്കെയാണ് വേദപുസ്തകത്തിനെ കുറിച്ച് വിശകലനം ചെയ്യുന്നത്. ദൈവം തീരുമാനിച്ചു, മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയാം. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നതിന് മുൻപ് ദൈവം ദൈവദാസന്മാരിലൂടെ നിന്നോട് ഇടപെടും. മോശയോട് ഒരു അത്ഭുതവും അവിടെ നടന്നിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇവര് ഒന്നും നടക്കുന്നത് ഇവിടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇവര് കണ്ടിട്ടില്ല. ഒരു ദൂത് ഞാൻ പറയാ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തു ദൈവം ചില പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അപ്പുറത്തു ദൈവം ചില പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ചില ആളുകൾക്ക് വേണ്ടി ദൈവം ചിലത്, ഇന്ന് വേണ്ടി ദൈവം ചിലത് പ്രിപ്പയർ ചെയ്യുക. ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അത് നീ കാണുന്നില്ലെന്നേ ഉള്ളൂ. നീ കാണാത്ത സ്ഥലത്ത് നിനക്ക് വേണ്ടി ദൈവം ചിലത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഞാൻ വെളിപ്പാട് കാണുക, ദൈവം ചിലത് പ്രിപ്പയർ ചെയ്യുന്നു. ചില അഭിഷക്തന്മാർക്ക് വേണ്ടി, ചില ദൈവ മക്കൾക്ക് വേണ്ടി എന്റെ ദൈവം ചിലത് പ്രിപ്പയർ ചെയ്യുന്നു. ദൈവം മോശയോട് പറഞ്ഞു, നാളെ രാവിലെ ജനമെല്ലാം തയ്യാറാകണം. എല്ലാവർക്കും സ്വർഗത്തിൽ നിന്ന് ഫുഡ് വരും. ആമേൻ പറ. ശവസംസ്കാരം കഴിഞ്ഞ് വടയും പഴവും തരുന്ന പോലെ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്തിരിക്കും. എവിടുന്ന് പ്രിപ്പയർ ചെയ്യും? സ്വർഗത്തിൽ. ബുദ്ധിയുള്ളവന്മാരൊക്കെ പറഞ്ഞു, മോശയ്ക്ക് എന്നോ കുഴപ്പം പറ്റിയതാ കേട്ടോ.
30 ലക്ഷം പേർക്ക് എങ്ങനെ ആഹാരം കൊടുക്കുന്നത്? നീ ചിന്തിക്കണ്ട, ദൈവം തരും. ഒരാമീൻ പറ. നീ ചിന്തിച്ച് തല ഉണ്ടാക്കണ്ട, ദൈവം തന്നോളും. ദൈവം കരുതിക്കൊള്ളും. യഹോവ കരുതിക്കൊള്ളും. യഹോവ കരുതിക്കൊള്ളും. നീ ചിന്തിച്ച് തല ഉണ്ടാക്കണ്ട, എന്റെ ദൈവം കരുതാൻ കരുത്തുള്ളവരാ. നിന്റെ കൊച്ചിന് പഠിക്കാനുള്ള കാശോ ദൈവം കരുതും. നിന്റെ വീടിന്റെ കാര്യമോ ദൈവം കരുതും. നിന്റെ ആത്മിക വിഷയമോ ദൈവം കരുതും. നിന്റെ ഭൗമിക വിഷയമോ ദൈവം കരുതും. ദൈവം കരുതും. ഞാൻ ഒരു ദൂതൂടെ പറയുക, ചില വീട്ടിലെ വിഷയം 2024 ദൈവം കരുതും. കൈ പൊക്കിയോ രാമീൻ പറ. ദൈവം കരുതും. ശരിക്കൊന്ന് സ്തോത്രം ചെയ്ത്. ദൈവം കരുതും. ദൈവം കരുതും. കരം ഉയർത്തിയോ രാമീൻ പറ. ദൈവം കരുതും. ദൈവം കരുതും. ദൈവം കരുതും. കരുതും ദൈവം. ഈ ദൈവം കരുതിയാലുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? കരുതിയാൽ നീ കയ്യും കഴുകി ആഹാരത്തിന് ഇരുന്നാൽ മതി. ഒരു സ്തോത്രം പറഞ്ഞേ. മന്ന ചൂടാക്കണോ? വേണ്ട. തണുപ്പിക്കണോ? വേണ്ട. കറക്റ്റ് ടെമ്പറേച്ചറില്ല. കൈ കൊടുത്ത് പറ, കറക്റ്റ് ടെമ്പറേച്ചറില്ല. നീ ഒന്നും ചെയ്യണ്ട, കറക്റ്റ് ടെമ്പറേച്ചറില്ല. ചൂടാക്കാൻ ഓവൻ എടുക്കണ്ട, തണുപ്പിക്കാൻ ഫ്രിഡ്ജും എടുക്കണ്ട. ഇത് രണ്ടും തയ്യാറാക്കി വിട്ടേക്കുക. ദൈവം തരുന്നതിന് നീ കഷ്ടപ്പെടണ്ട. കൈവൊക്കെ രാമീൻ പറ. പിന്നെ കഷ്ടപ്പെടണ്ട എപ്പോഴാ? നീ വല്ലതും പിടിച്ചോണ്ട് വരുമ്പോ കഷ്ടപ്പെടണം. രാമീൻ പറ. ദൈവം തരുന്നതിനൊന്നും കഷ്ടപ്പെടണ്ട. ദൈവം അത് കറക്റ്റ് പരുവത്തിന് നിന്റെ വീടിന്റെ വാതിക്കെ കൊണ്ട് തരും. കൈയൊന്ന് അടിച്ചോ രാമീൻ പറഞ്ഞേ. കറക്റ്റ് പരുവത്തിന് നിന്റെ വീടിന്റെ വാതിക്കെ കൊണ്ട് തരും. നീ ഒന്നും ചെയ്യണ്ട, എല്ലാം കൃത്യമായിട്ട്. ഇതൊക്കെ അറിയാവുന്നയാളാ തമ്പുരാൻ. രാവിലെ എല്ലാവരും എഴുന്നേറ്റേ. ആദ്യത്തെ ദിവസമല്ലേ, ഭയങ്കര എക്സൈറ്റ്മെന്റാ. അപ്പൊ മോശ പറഞ്ഞു, രാവിലെ 6 മണി തൊട്ട് 5:30 തൊട്ട് പറക്കാൻ മന്ന വീണോണ്ടിരിക്കും. 5:30 തൊട്ട് രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് വന്ന് മന്ന പറക്കണം. എല്ലാവർക്കും വേണ്ടി അവരൊരു പറക്കണം. ഒരാമയും പറ. അച്ഛന് വേണ്ടി അമ്മാമ്മ പറക്കുകയല്ല, അമ്മാമ്മയ്ക്ക് വേണ്ടി അച്ഛനും പറക്കുകയല്ല, രണ്ടുപേരും പറക്കിക്കോണം. ചെല്ലിവിടെ കൈ അടിക്കുകയല്ല, അമ്മാമ്മ അടിച്ചോട്ടെന്ന് വിചാരിച്ചാ ഒരു സ്വത്രം പറഞ്ഞ്. അത് പറ്റുകയല്ല. അച്ഛന് വേണ്ടി അച്ഛൻ ആരാധിക്കണം, അമ്മാമ്മയ്ക്ക് വേണ്ടി അമ്മാമ്മയെ ആരാധിച്ചോണം, പിള്ളേർക്ക് വേണ്ടി അവരവരാരാധിച്ചോണം. ഈ മന്നയുടെ പ്രത്യേകത അങ്ങനെ. മന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ്? അവനവൻ പറക്കണം. പറഞ്ഞേ, അവനവൻ പറക്കണം. അപ്പൊ എപ്പോ വരണം? എപ്പോഴേലും വന്നാൽ മതിയോ? പോരാ, രാവിലെ വരണം. എപ്പോഴാ? രാവിലെ വന്നില്ലെങ്കിലോ ഉരുകിപ്പോ. എന്നാ ദൈവത്തിന്റെ സെറ്റപ്പ് എന്നാ അല്ലേ? ഇത് എവിടോട്ടാ ഈ മന്ന ഇടുന്നേ? ഭൂമിയിലോട്ടാ. ഭൂമിയിൽ ഇഴജന്തുക്കളൊക്കെ ഇല്ലേ? പാമ്പും പഴുതാരയും പല്ലിയും ഒക്കെ ഇല്ലയോ ഭൂമിയിൽ? ഉണ്ടല്ലോ അല്ലേ? അപ്പം ശരിക്കും ഈ സാധനത്തെ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട്. ആർക്കറിയാം ഇത്? ഇനി നീ ഇവിടെ ഇരുന്ന് ദൈവത്തിന് ബുദ്ധി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ദൈവത്തിന് അറിയാം. നമ്മൾ ഇവിടുന്ന് പറയുന്നില്ല, കർത്താവേ ഞങ്ങളുടെ അച്ഛന് ഇന്ന കുഴപ്പമുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് ഒരു കാലിന് വേദന ഇട്ട് കൊടുക്കണം. നീ പറയേണ്ട, ദൈവത്തിന് അറിയാനാ ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുക, ദൈവത്തിന് ക്ലാസ് എടുക്കുക. കർത്താവേ ഞങ്ങളുടെ അപ്പുറത്തൊരു പുള്ളിയുണ്ട്, പുള്ളി എനിക്ക് ഭയങ്കര ഭാരം വെക്കുക, പുള്ളിയുടെ പെണ്ണും പിള്ള ഗൾഫിലാണ്, അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം ദൈവത്തിന് അറിയാം. അവിടെ വെച്ച് അവരെ മുക്കിക്കൊണ്ടുവരാൻ ദൈവത്തിനറിയാം. നമ്മൾ ഇവിടുന്ന് ദൈവത്തിന് ക്ലാസ് ഒന്നും എടുക്കണ്ട. നിന്റെ ആങ്ങളെ കൊണ്ടുവരാൻ ദൈവത്തിനറിയാം, അമ്മയെ കൊണ്ടുവരാൻ ദൈവത്തിനറിയാം, അമ്മായിയമ്മയെ കൊണ്ടുവരാൻ ദൈവത്തിനറിയാം. ഈ മന്ന തരാൻ അറിയാമെങ്കിൽ അത് നിന്റെ കൈ തരാൻ ദൈവത്തിനറിയാം. പരിശുദ്ധാത്മാവാം ദൈവനോട് പറയുക, 2024 നീ റെഡിയായിക്കോ. നിനക്ക് വേണ്ടി ഉള്ളത് എല്ലാം എന്റെ ദൈവം തയ്യാറാക്കിയിട്ടുണ്ട്. എന്റെ ദൈവം തയ്യാറാക്കിയിട്ടുണ്ട്. എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു.